ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ശഅബാൻ 13-ാം രാവിന് അള്ളാഹുവിനോട് റസൂലുള്ള ശഫാഅത്തിനെ തേടി. അപ്പോൾ ഉമ്മത്തിലെ 3 ഭാഗത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു വഴി പറഞ്ഞു. അപ്പോൾ ശഅബാൻ 14-ാം രാവിനും അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവേ അത് പോരാ, 3 ഭാഗം നരകത്തിൽ രക്ഷപ്പെട്ട പോരാ, എന്റെ സമുദായം മുഴുവൻ രക്ഷപ്പെടണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഹി അറിയിച്ചു, പിറ്റേരാവിലെ 2 ഭാഗത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അപ്പോൾ വീണ്ടും റസൂല തേടി. അവസാനത്തെ രാത്രിയിൽ അള്ളാഹു തആല 3-നെയും മുഴുവൻ ഉമ്മത്തിനെയും നരകത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു സമ്മതിച്ചു. അതാണ് ഏത്? ലൈലത്തുൽ ബറാഅ. ഇനി പറഞ്ഞാൽ 13-ാം രാവിന് 3-1 നരകത്തിൽ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. 14-ാം രാവിന് 2 ഭാഗത്തെയും നരകത്തിൽ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. 15-ാം രാവിന് 3-നെയും ഉമ്മത്തായ 3-നെയും ഉമ്മത്താണോ നരകത്തിൽ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. ആ രാത്രിയാണ് പ്രധാന അഭിപ്രായം എന്ത് ചെയ്തത് ആയത്തിറങ്ങിയത്. ഏതായത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഇതിന് വേറൊരു ഉത്തരം കൂടി കിട്ടും. എന്ത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണ് എന്ത്? സ്വലാത്ത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം റാസിയെ പോലെ മുജദ്ദിദീങ്ങളിൽപ്പെട്ട ഇമാം റാസിയുടെ തഫ്സീറിന്റെ കൈവശമുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ തഫ്സീറിന്റെ കൈവശം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു സയ്യിദ് താബിഈനാണ്. അവരുടെ കലാമിൽ നിന്ന് തഫ്സീറുകളിൽ നിന്ന് ജംഅ് ചെയ്ത ഹസൻ ബസരി തങ്ങളുടെ തഫ്സീർ എന്റെ കൈവശമുണ്ട്. റബ്ബിന്റെ സഹായത്താൽ ഒക്കെ ജനങ്ങൾ എനിക്ക് അയച്ചിരുന്നതാണ്. ഏറെ പൗരാണികമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ബസരി തങ്ങളുടെ പേരിൽ അവരുടെ കലാമിൽ നിന്ന് ജംഅ് ചെയ്ത, അവരിലേക്ക് മൻസൂബായ, അവരിലേക്ക് ചേർക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് താബിഈൻ ഹസൻ ബസരി തങ്ങളുടെ തഫ്സീറിന്റെ കൈവശമുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ നൽകിയ വ്യാഖ്യാനങ്ങൾ ജംഅ് ചെയ്ത തഫ്സീറുൽ ഇമാം ശാഫിഈന്റെ കൈവശമുണ്ട്. ഹിജ്റ 204-ലാണ് ഇമാം ഷാഫി വഫാത്താവുന്നത്. ഹിജ്റ 150-ൽ ജനിച്ച് ഹിജ്റ 204-ലാണ് ഇമാം ഷാഫി വഫാത്താവുന്നത് റളിയല്ലാഹു അൻഹു. പിന്നെ ഇങ്ങോട്ട് വന്നാല് ഈ അടുത്ത കാലഘട്ടത്തിൽ 10-15 കൊല്ലം മുമ്പ് മരിച്ചുപോയ 20-ാം നൂറ്റാണ്ടിലെ മുഫസ്സിർ എന്ന് പറയുന്ന മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ശഅറാബിയുടെ തഫ്സീറും ഉണ്ട്. ഈ ആധുനികവും പൗരാണികവുമായ ഈ തഫ്സീറുകളിൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ, ഒരു ഖുർആൻ വ്യാഖ്യാനത്തിൽ ബറാഅത്തിന്റെ രാത്രി എന്ന ഒരു രാത്രി ഇല്ല, ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ 15-ാം രാവിന് പ്രത്യേകത ഇല്ല എന്ന് പറയുന്ന ഒരു മുഫസ്സിറിനെ എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടേ. ചെറിയ അഭിപ്രായക്കേടുകളുണ്ട്. എന്താ അഭിപ്രായക്കേടുകൾ? ചില ആയത്തുകളിൽ പറയുന്ന രാത്രി അതിതാണോ അതാണോ നിങ്ങൾക്ക് ഓർക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. അവിടെ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അത് ലൈലത്തുൽ ഖദ്ർ ആണോ അതല്ല? അവിടെയൊക്കെ തർക്കമുണ്ട്. ചില പണ്ഡിതന്മാർ പറയാ, മഹാനായ സയ്യിദ്ന ഇക്രിമ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാര് അവര് പറയാ, അവരെ പോലത്തെ ബഹുമാനപ്പെട്ട അതാ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് അവരൊക്കെ പറയാ എന്ത്? അതെന്താണ്? ലൈലത്തുൽ ബറാഅയാണ്. വേറെ ചില മുഫസ്സിരിങ്ങൾ പറയാ അതല്ല, ലൈലത്തുൽ ഖദ്റാണ്. ഇങ്ങനെ അത് ഈ ആ പറഞ്ഞ രാത്രി അതാണോ ഇതാണോ? ഇവിടെ ഉദാഹരണം 2 കാളിയമാര് തർക്കിക്കുന്നത് പോലെ, ഇക്കൊല്ലത്തെ ലൈലത്തുൽ ബറാഅ തിങ്കളാഴ്ച രാവാണോ അതല്ല ചൊവ്വാഴ്ച രാവാണോ അതല്ല ഞായറാഴ്ച രാവാണോ? ഇങ്ങനെ തർക്കിക്കാം. ഒരു കൂട്ടർ പറയാ ഞായറാഴ്ച രാവാണ്, ഒരു കൂട്ടർ പറയാ തിങ്കളാഴ്ച രാവാണ്. ഈ 2 കൂട്ടരിലും എന്ത് തർക്കമില്ല. ബറാഅത്ത് രാവിന് പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ 2 തർക്കമില്ല. അത് ഇതാണോ അതാണോ? അതല്ലാത്ത ഒരു മുഫസ്സിറിനെ എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞു തെറ്റിക്കുന്ന, അല്ലെങ്കിൽ അറിയാതെ തെറ്റിക്കാൻ കാരണമാവുന്ന, എല്ലാവരും കൂടി അറിഞ്ഞാൽ തെറ്റിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അതെ അവർ ഇവരല്ലേ അതെ അങ്ങനെ ആയിരിക്കാം. അത്തരം ആളുകളുടെ വാക്കുകളിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. വഞ്ചിതരായ എന്താ? നമ്മളെ വലിയ നേട്ടം നമുക്ക് നഷ്ടപ്പെടും. അതെന്തൊരു തൗഫീഖില്ലായ്മയാവും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അത് നിങ്ങൾ വളരെ മനസ്സിലാക്കണം. ഇമാം ഷാഫി തങ്ങളുടെ തഫ്സീർ മുതൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് മൻസൂബായ തഫ്സീർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. എഴുതി ശരിക്കല്ല, വാക്കുകൾ പറയും, പിൽക്കാലത്ത് അത് രചനകളായി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കിതാബ് എന്ന നിലയിൽ അവർ എഴുതിയ കിതാബല്ല,
പക്ഷെ അവരുടെ കലാമിനെ ജംഅ് ചെയ്ത് ഇബ്നു അബ്ബാസ് തഫ്സീറാക്കിയിട്ടുണ്ട്. ഹസൻ ബസ്രി തഫ്സീർ അങ്ങനെ തന്നെ ഉണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇരുന്നൊരു കിതാബ് എഴുതിയതല്ല. അവർ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് നൽകിയ വ്യാഖ്യാനത്തെ പിൽക്കാലത്ത് ശിഷ്യന്മാരും ജംഅ് ചെയ്ത് തഫ്സീർ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനിന്റെ കയ്യിലുണ്ട് റബ്ബിന്റെ സഹായത്താൽ. അത് അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ ഹസൻ ബസ്രി മുതൽ ഇങ്ങോട്ട് ഇബ്നു അബ്ബാസ് മുതൽ ഇങ്ങോട്ട് പോന്നാൽ ആരുടെ അടക്കം ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഫസ്സിറിന്റെ തഫ്സീറും റാത്തിബ് നാബിൽസി എന്നൊരു പ്രഗത്ഭ പണ്ഡിതനുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സിറിയൻ പണ്ഡിതനാണ്. പിന്നീട് അദ്ദേഹം സിറിയയിലെ കലാപം കാരണം ജോർദാനിൽ അഭയം തേടി ജോർദാൻ സിറ്റിസനാണ്. റാത്തിബ് നാബിൽസി എന്നൊരു മുഫസ്സിറുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരാളാണത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളാണ് റാത്തിബ് നാബിൽസി. അദ്ദേഹത്തിന് തഫ്സീറുണ്ടായിരുന്നു. റാത്തിബ് നാബിൽസിയുടെ തഫ്സീറുണ്ടായിരുന്നു റബ്ബിന്റെ സഹായത്താൽ. ഇന്ന് ജീവിച്ചിരിക്കുന്ന സമകാലിക പണ്ഡിതന്മാരിൽ, ലോകം കണ്ട മഹാന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറെ പ്രാമാണികനായ മുഫസ്സിറാണ് റാത്തിബ് നാബിൽസി. അദ്ദേഹം സിറിയൻ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ കിതാബ് എങ്ങനെയുണ്ട്? ISIS വെടിവെച്ച് കൊന്ന് ഷഹീദായ റമദാനുൽ ബൂത്തിയുടെ കിതാബിന്റെ കയ്യിലുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൊന്നു റമദാനുൽ ബൂത്തിയെ. അദ്ദേഹം ഷാഫി മദ്ഹബിലെ ലോകം കണ്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. ISISനെ ആദ്യകാലത്ത് എതിർക്കുന്ന ഒരാളാണ് ആര്? ഈ റമദാനുൽ ബൂത്തി. അദ്ദേഹം അവരുടെ ജിഹാദിന് എതിരെ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ജിഹാദ്, ISISും തീവ്രവാദികളും കൊണ്ടുവരുന്നത് അല്ല ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ഇന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ലോകത്ത് ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് അയച്ചത്. എന്തുകൊണ്ട്? അത് നമ്മളെ നാട്ടിൽ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് അയച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തൊട്ടടുത്ത മരിച്ചവരും ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹാഫിള് നൈസാബൂരി തഫ്സീറിന്റെ കയ്യിലുണ്ട്. റിസാലത്തുൽ ഖുശൈരി എഴുതിയ മഹാനാണ് അബുൽ ഖാസിം അൽ ഖുശൈരി. അവരൊക്കെ തഫ്സീർ എന്ന് പറഞ്ഞാൽ അത്യപൂർവമാണ്. അതൊക്കെ അങ്ങനത്തെ കേന്ദ്രങ്ങളിൽ ഞാൻ എടുപ്പിച്ചതാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു ചർച്ച പോലും ഇല്ലാത്ത തഫ്സീറാണ് അതൊക്കെ. പല തഫ്സീറുകൾ വന്നാലേ നമ്മളിൽ നിന്ന് പല വിവരങ്ങൾ കിട്ടുള്ളൂ. അത് സമുദായത്തിൽ ഉപകരിക്കുമല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ തഫ്സീറുകളും കിതാബുകളൊക്കെ ഇന്ന മരണശേഷം അത് ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആനിലേക്ക് വഖഫാണ്. അത് ഞാൻ പറഞ്ഞില്ല. അത് നിന്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതല്ല. തഫ്സീറുകൾ അടക്കമുള്ള കിതാബുകൾ നിന്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതല്ല. നിന്റെ കിതാബുകൾ പൂർണ്ണമായും ദാറുൽ ഖുർആനിലേക്ക് വഖഫാണ്. അതിന്റെ ഭാര്യമാരോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പൊ ആര് വന്നാലും അവർക്ക് നഷ്ടമൊന്നും വരില്ല. ആര് തന്നാലും കാരണം എനിക്ക് എന്റെ കാലശേഷം അത് ദാറുൽ ഖുർആനിൽ നിശ്ചിബ്ദാണ്. റബ്ബിന്റെ സഹായത്താൽ അപ്പൊ അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അപ്പൊ ഇത് പറയുന്നത് നിങ്ങൾ കുട്ടികളെ നിങ്ങൾ വഞ്ചിതരാകരുത്. നമ്മുടെ നാടുകളിലൊക്കെ ഇവർ നോട്ടീസ് ഒട്ടിക്കാം. എന്റെ ബറാത്ത് രാവ് എന്ന ബരാത്ത് രാവ് എന്താണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെ എന്ത് നഷ്ടപ്പെട്ടാലും ഈ രാത്രി നഷ്ടപ്പെടുത്തരുത്. ഇത്രയും പ്രധാനം. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ അവർ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട എന്നൊരു കിതാബ് താലിബ് എന്നൊരു കിതാബുണ്ട്. ആരുടെ? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ. അവരുടെ സ്വന്തം രചനയാണ്. അവരുടെ കാലത്തുണ്ടായ രചനയാണ് ആ കിതാബ്. ആ കിതാബിൽ അവർ പറയുന്നുണ്ട്, കാല അലിയുൻ റളിയല്ലാഹു അൻഹു യഫ്റൂലിൽ ഇബാദത്തി 4 ലയാലി. കൊല്ലത്തിൽ 4 രാത്രികളാണ് ഇബാദത്തിന് വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞിരിക്കാറുള്ളത്. കാന അലിയുൻ റളിയല്ലാഹു അൻഹു യഫ്റൂലിൽ ഇബാദ ഫീ 4 ലയാലി. 4 രാത്രികളാണ് അലി റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞിരിക്കാറുള്ളത്. എന്തിന്? ഇബാദത്തിനാണ് ഒഴിഞ്ഞുത്തിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു പറയേണ്ടതില്ലല്ലോ. അവരെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ. അവരുടെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ. കാരണം അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടമാണ് ആര്? അലിയുൽ മുർത്തള എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. അലി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ ഖുലഫായിൽ 3 ഖലീഫമാരുടെ കാലത്തും അലി ഒരു അഭിപ്രായം പറഞ്ഞാൽ മിണ്ടൂല റളിയല്ലാഹു അൻഹു. കാരണം അത്രയും വലിയ വിജ്ഞാന രഹസ്യങ്ങളുടെ കേന്ദ്രമാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. സയ്യിദ് അലി മുർത്തള റളിയല്ലാഹു അൻഹു. ആരും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ പ്രത്യേക ഒരു വിഷയത്തിലുണ്ടെങ്കിൽ, ഒരു വിഷയം വന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നാൽ വേഗം ചോദിക്കും, അലി നിങ്ങൾ എന്ത് പറയുന്നു? ആരോട് ചോദിക്കും? സയ്യിദ്ന അലി റളിയല്ലാഹുവിനോട് സയ്യിദ്ന ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കും റളിയല്ലാഹു അൻഹു. സത്യത്തിൽ ഖുലഫാഉൽ അർബഈൻ സ്വഹാബത്തിന്റെ സ്ഥാനത്തിൽ 2ാം സ്ഥാനക്കാരനാണ് സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു. അവർ ചോദിക്കും. ആരോട് ചോദിക്കും? അലി മുർത്തള റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കും, അലി നിങ്ങൾ എന്ത് പറയുന്നു? ഒരു വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു ഒരു ഫത്വ പറഞ്ഞു. പക്ഷേ ഫത്വ കേട്ടാക്കി തൃപ്തിയായി.
അയാൾ നേരെ ഉമർ ഇബ്നു ഖത്താബിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങളല്ല ഖലീഫ? ആരെങ്കിലും പറഞ്ഞ ഫത്വ നിൽക്കുണ്ടാവും. ഈ അഹാദിൽ അബുത്തൻ എന്ന ബത്തനിന്റെ സൂപ്പർലെറ്റീവാണ് അബുത്തൻ. ഈ പള്ള വലിയ ആള്, ആള് വയറുണ്ട്, ഇയാളെ മറ്റുമൊക്കെയല്ല ഞാൻ വന്ന് ഖലീഫ നിങ്ങൾ പറയണം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ബേജാറായി ഇരിക്കണമെന്ന് എനിക്ക് ഇങ്ങനെ വിളിച്ചു. ആരുടെ ശബ്ദാക്കിയെന്ന് വെച്ചു, ഹാദാ മൗലായ വ മൗലാ കുല്ലി മുഅ്മിനീൻ വമൻ ലം യകുൻ അലി മൗലൻ ഫലൈസ ബിമുഅ്മിനീൻ. അത് എന്റെ നേതാവാണോ. വ മൗലാ കുല്ലി മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണോ അലി. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിനീൻ. ആർക്കെങ്കിലും അലി നേതാവല്ലെങ്കിൽ അവൻ ഉമ്മത്തിൽ മുഅ്മിനീനപ്പെട്ട ആളല്ലോ. ആരുടെ ശബ്ദാക്കിയേ എന്നാണ്. ആര്? ഖലീഫ, രണ്ടാം ഖലീഫ. ആര്? അതാണ് മഹാനവറുകൾ. അവരെ പറ്റി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തന്റെ പുണ്യത്തിൽ എഴുതുകയാണ്. എന്താ വെച്ചാ 4 രാത്രികളാണ് കാന അലിയുൻ റളിയല്ലാഹു അൻഹു യഫ്റുഉ ലിൽ ഇബാദ ഫി 4 ലയാലി. അലി റളിയല്ലാഹു അൻഹു കണ്ണിനെ പോലെ അടക്കാതെ ഇബാദത്തിന് ഒരുങ്ങിയിരിക്കൽ 4 രാത്രിയാണ്. ഏതൊക്കെ? ലൈലത്തു ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ രാത്രി. പിന്നെ വലൈലത്തു ഈദുൽ അദ്ഹ, വലിയ പെരുന്നാളിന്റെ രാത്രി. വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രി. വലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ 15-ാം രാത്രി. ഒരുങ്ങിയ കുതിർക്കും. ആര്? ഇതൊരുപാട് സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ വാക്ക്. അപ്പൊ എന്താ അവരൊരു കാര്യം ചെയ്യുമ്പോ മനസ്സിലാക്കണ്ടേ, അവരത്രയും വലിയ ആളല്ലേ, അത്രയും മർമ്മത്തിലല്ലേ നിൽക്കുള്ളൂ. അതുകൊണ്ട് വഞ്ചിതരാകരുത് ജനങ്ങളെ. ഉലമായിൽ, അഹ്ലു സുന്നയുടെ ഉലമായിൽ ഇതിൽ തർക്കമില്ല. ഏതിൽ? ബറാഅത്തിന്റെ രാത്രിക്ക് പ്രാധാന്യം ഉണ്ടോ ഇല്ലേ എന്ന ഒരു തർക്കം അഹ്ലു സുന്നയുടെ ഉലമാഇനിടയിൽ ഇല്ലേ ഇല്ല. ഒരു തർക്കമുണ്ട്. എന്താ? പിറ്റേ ദിവസമുള്ള നോമ്പ് അയ്യാമുൽ ബീദിലെ നോമ്പാണോ, ബറാഅത്തിന് ഖാസായ നോമ്പുണ്ടോ എന്ന കാര്യത്തിൽ അഹ്ലു സുന്നയുടെ ഉലമാഇൽ തമ്മിൽ തർക്കമുണ്ട്. 2 വീക്ഷണം. ഇപ്പൊ കണ്യത്തിനെ പോലത്തെ മഹാന്മാരുടെ ഒക്കെ വീക്ഷണം, നോമ്പ് അയ്യാമുൽ ബീദിന്റെ നോമ്പേ ഉള്ളൂ, എന്തില്ല, ബറാഅത്തിന് നോമ്പില്ല, ബറാഅത്ത് എന്നിൽ നോമ്പില്ല. ഇതാണ് കണ്യത്തിന്റെ വീക്ഷണം. അതേ സമയത്ത് സമസ്തയുടെ അക്കാലത്തെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷത്തിന്റെ വീക്ഷണം ബറാഅത്തിന് നോമ്പുണ്ട് എന്നാണ്. കണ്യത്ത് ആരോട് ഫത്വ കൊടുത്തു? എന്റെ ബറാഅത്തിന്റെ എന്ന നിയത്ത് ചെയ്യുന്ന നോമ്പല്ല, അയ്യാമുൽ ബീദിന്റെ നോമ്പാണ് എന്ന്. അപ്പോ CKM സാദിഖ് അടുത്ത കാലത്ത് മരിച്ചുപോയ സാദിഖ് മുസ്ലിയാർ അക്കാലത്ത് സുന്നി വോയിസ് എന്ന പത്രം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഒരു വാരിക ഉണ്ടായിരുന്നു. ആ വാരികയിലെ പ്രവർത്തകന്മാരെ അവരൊക്കെ അന്ന്. എന്നാൽ ബിദഅത്താന്ന് പറയണ്ട. എന്തുകൊണ്ട്? ബറാഅത്തിന്റെ തന്നെ നോമ്പുണ്ട് എന്ന് പറയുന്ന ഉലമാക്കൾ ധാരാളം ഉണ്ട്. പണ്ടുള്ള ആലിമീങ്ങളുണ്ട്. എന്റെ വീക്ഷണം എങ്ങനെയാണ്? ഇപ്പൊ ഇബ്നു ഹജർ തങ്ങളുടെ വീക്ഷണം ബറാഅത്തിന് നോമ്പ് എന്നില്ല. ഇമാം റംലിയുടെ വീക്ഷണം ബറാഅത്തിന് എന്ന പേരിൽ നോമ്പുണ്ട് എന്നാണ്. അന്നത്തെ ദിവസം നോമ്പ് നോക്കാൻ പാടില്ല, തർക്കമില്ല. അയ്യാമുൽ ബീദിലെ നോമ്പാണോ ബറാഅത്ത് എന്ന് നിയത്ത് ചെയ്യേണ്ട നോമ്പാണോ എന്ന കാര്യത്തിൽ സുന്നത്ത് മാറ്റിന ഉലമാക്കൾ തർക്കമുണ്ട്. അതിൽ ഇമാം റംലിയെ പോലെയുള്ള മഹാന്മാരുടെ വീക്ഷണം എന്തെന്നെയാണ്? നമുക്ക് അതന്നെ മതിയല്ലോ. എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാത്തത് ഒരു ആര്യം പറഞ്ഞാൽ സ്വീകരിക്കണ്ടേ? നമ്മുടെ അറിവിലും പരിചയത്തിലും ലോകം കണ്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ആര്? ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത് ധരിക്കില്ല. ബഹുമാനപ്പെട്ട ഇമാം റംലിയെ പോലത്തെ മഹാന്മാർ വേറെയുണ്ട്. ഇബ്നു റജബിൽ ഹംബലി പോലെയൊക്കെ മഹാന്മാരുണ്ട്. അവരൊക്കെ വീക്ഷണം ബറാഅത്തിന് നോമ്പുണ്ട് എന്നാണ്. എന്നാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വീക്ഷണം അന്ന് നോമ്പുണ്ട്, പക്ഷെ എന്തല്ല, ബറാഅത്തല്ല, ഹയമുദ്ദീനാണ്. എന്നാൽ ബിദ്അത്താണെന്ന് പറയണ്ട. കണ്ണിയത്ത് പറഞ്ഞു ബിദ്അത്താണെന്ന് പറയരുത്. കാരണം ഇഖ്തിലാഫുൽ അഇമ്മത്തി ഖൈറുൽ ലിൽ ഉമ്മ, ഇമാമിങ്ങൾ പല അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. ആ വിഭാഗത്തെ ഈ വിഭാഗം അംഗീകരിക്കണം, ഈ വിഭാഗത്തെ ആ വിഭാഗം അംഗീകരിക്കണം. നമ്മൾ ചെവി വേറിട്ട് വളർത്ത് തടയും. എന്നാൽ ഹനഫികൾ തല തടഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് ചെവിയൊന്നും അങ്ങനെ ആക്കും. നമ്മൾ അവരിൽ ഇത് മുർത്തദി എന്നറിയില്ല. അവര് എന്തുകൊണ്ട് അറിയില്ല? ഇവർക്ക് നമ്മൾക്ക് 2 കൂട്ടർക്ക് ഒരു മുസ്തനദുണ്ട്. ആര്? ഇമാമിങ്ങൾ. ഞാൻ ഖുർആനിൽ അങ്ങനെ കണ്ടത് 2 കൂട്ടർ പറയുന്നില്ല. ഖുർആൻ അങ്ങനെ കാണൂല്ല. ഖുർആനിൽ നിന്ന് നമ്മളെ കാഴ്ചയിലല്ല ഉള്ളത്, അവരെ കാഴ്ചയിലുണ്ടാവും. അവരെ കണ്ട് നമ്മളെ കണ്ടത് എന്താണ്? ഖുർആനിൽ ഇതൊക്കെ അവർ കാണും, നമുക്ക് കാണാൻ കഴിയില്ല. അവർ ഈ 2 കൂട്ടർക്ക് മുസ്തനദുണ്ട്. മനസ്സിലായ? ഒരു കൂട്ടർ ബിദഅത്ത് പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ഈ 2 കൂട്ടർക്കും എന്തുണ്ട്? ഇമാമികളുടെ സനദുണ്ട്.
വെള്ളം വേറെ എടുത്ത് ചെവി തടവണം എന്ന് ഇമാമുന ശാഫിഈ. മനസ്സിലായില്ലേ? അൽ ഉദ്നാനി മിനർ റഅസി, ചെവി രണ്ടും തലയിൽ പെട്ടതാണല്ലോ എന്ന ഹദീസിന്റെ വാഹിർ പിടിച്ച് തല തടവുന്ന വെള്ളം കൊണ്ട് ചെവി തടയാൻ മതി എന്ന ആര്? അബൂ ഹനീഫ മുബ്തദി എന്ന് പറയോ? ലോകം കണ്ട മഹാന്മാരിൽപ്പെട്ട ഒരാളെന്നെ ആര്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയണ്ടേ? എന്താണ് വെറുതെ ഇരിക്കണേ? അപ്പൊ ഇമാമിന്റെ അഭിപ്രായക്കേടുണ്ട്, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. എന്ത് പറയാൻ പാടില്ല? മുബ്തദി എന്ന് പറയാൻ പാടില്ല. ഹനഫികൾക്ക് നമുക്ക് കൈകൊണ്ടൊന്നും ഇങ്ങനെ വെള്ളം തൊട്ടാൽ തലയിടവലായി. അവർക്ക് റുബഅ ഖദറെങ്കിലും തടയണം. തലയുടെ 4-1 തടയണം. ആർക്ക്? ഹനഫികൾക്ക്. നമുക്കോ വെള്ളം തൊട്ടാൽ മതി. അവർ നമ്മളെ മുബ്തദി പറയോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ തോന്നിയമായി ചെയ്യല്ല. നമുക്കൊരു ഇമാമുണ്ട്. ആര്? ശാഫിഈ. ഇതന്നെ. അപ്പൊ ബറാഅത്ത് എന്ന പേരിൽ നോമ്പ് നോറ്റവരെ മറുകക്ഷി എന്ത് പറയില്ല? മുബ്തദി എന്ന് പറയുന്ന. കാരണം നമ്മൾക്കും എന്തുണ്ട്? ഇമാമുണ്ട്. ഇവരൊക്കെ സുന്നത്യമായിട്ട് ഇമാമികൾ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഈ ജനങ്ങൾ വെറുതെ തമ്മിൽ തെറ്റിക്കുന്നത്? എന്തിനാണ് ഇതിന് അധ്വാനം ചെലവാക്കുന്നത്? ഇവരെ അധ്വാനിച്ച് നശിപ്പിച്ചാൽ ഉമ്മത്തിനെ നശിപ്പിച്ച് കളയാനല്ലാതെ എന്തിനാണ് മനുഷ്യരെ ഇവർ സമയം ചെലവാക്കി? അതുകൊണ്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. നമ്മൾക്കിത് മുതലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ പ്രധാനപ്പെട്ട രാത്രിയാണത്. വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തഹ്വീലുൽ ഖിബ്ല നടന്നത് 15-നാണ്. തഹ്വീലുൽ ഖിബ്ല. ഖിബ്ല വീണ്ടും തെറ്റിച്ചു. എന്തിലേക്ക്? കഅബയിലേക്ക്. നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. നേരത്തെ കഅബ, പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, പിന്നെ കഅബയിലാക്കിയത് എന്നാണ്? ബറാഅത്തിന്റെ പകലിൽ, ശഅബാൻ 15-ന്റെ പകലിൽ ളുഹ്റാണെന്നും അസ്റാണെന്നും അഭിപ്രായമുണ്ട്. ളുഹ്റാണെന്നും ഭൂരിപക്ഷം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. തഹ്വീലുൽ ഖിബ്ലയിൽ ഫാത്തിഹ ഒന്നുകൂടി ഇറങ്ങിയിട്ടുണ്ട്. ഫാത്തിഹ വേറിറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഖിബ്ല തെറ്റിച്ചപ്പോൾ. ഖിബ്ല മാറ്റം എന്ന് പറഞ്ഞാൽ അനവധി ആയത്തിറങ്ങിയതും വളരെ ഇസ്ലാമിലെ ഒരു സംഭവമാണ് ഖിബ്ല മാറ്റം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഒരായത്ത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ വമാ ജഅൽനാ القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله براءته. ഖുർആനിലെ ഒരു ഗൗരവമായ ചർച്ചയാണ് എന്ത്? തഹ്വീലുൽ ഖിബ്ല. കേട്ടോളി. ഇനി വേറെയും പ്രത്യേകത. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഉമ്മത്തിന് ചേരാൻ വേണ്ടിയുള്ള വഴി അള്ളാഹു ഇട്ടുകൊടുക്കുന്നത് ഈ രാത്രിയാണെന്ന് പ്രധാനപക്ഷം. ഈ മാസമാണെന്നതിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ചെറിയ തർക്കമുണ്ട്. രാത്രി ഇതാണോ മറ്റതാണോ? ഈ മാസം എന്നത് തർക്കമില്ല. ഈ മാസത്തിൽ ഇതുപോലത്തെ രാത്രി വേറെ ഇല്ലേ? അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഉമ്മത്തിന് ചേരാനുള്ള വഴിയാണ് എന്ത്? അള്ളാഹുവിലേക്ക് ജനങ്ങൾക്ക് ചേരാനുള്ള വഴി എന്താ? നബിയ. നബിയിലേക്ക് ജനങ്ങൾക്ക് ചേരാനുള്ള വഴി എന്താ? സ്വലാത്ത്. പണ്ഡിത പറഞ്ഞിട്ടുണ്ട്. മാമിൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം. അള്ളാഹുവിലേക്ക് ഒരു മധ്യവർത്തിയെ നിങ്ങൾ തേടണം. ഈ മധ്യവർത്തിയെ പറ്റി മുഹമ്മദ് പറയുന്നുണ്ട്. മാമിൻ വസീലത്തിൻ ഇലല്ലാഹി അഅ്ളമ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്ക് നബിയേക്കാൾ വലിയൊരു മധ്യവർത്തിയില്ല. അപ്പോൾ ഒരാൾ അള്ളാഹുവിലേക്ക് ചേരേണ്ടത് ആര് വഴിയാണ്? നബി വഴിയാണ്. ശരി. അപ്പൊ നമുക്ക് അള്ളാഹുവിലേക്ക് ചേരാൻ ആരുണ്ട്? നബിയുണ്ട്. നീ നബിയിലേക്ക് ചേരാനോ? തൊട്ടടുത്ത വാക്ക് വമാമിൻ വസീലത്തിൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമ മിനസ് സ്വലാത്തി അലൈഹി. നബിയിലേക്ക് ചേരാൻ, നബിക്ക് ചെല്ലുന്ന സ്വലാത്തിനേക്കാൾ വലിയൊരു വഴി ഇല്ല. അള്ളാഹുവിലേക്ക് ചേരാൻ നബിയേക്കാൾ വലിയൊരു മാധ്യമം ഇല്ല. നബിയിലേക്ക് ചേരാൻ സ്വലാത്തിനേക്കാൾ വലിയൊരു മാധ്യമം ഇല്ല. അപ്പോൾ മർമ്മമാണ് എന്ത്? സ്വലാത്ത്. സ്വലാത്തിലൂടെ നബിയിലേക്ക് ചേരാം, നബിയിലൂടെ അള്ളാഹുവിലേക്ക് ചേരാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ഇനി സ്വലാത്തിന് ആയത്തിറങ്ങിയത് ഈ രാത്രിയാണെന്ന് പ്രധാനമായിട്ട് പറയാം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ശഅബാൻ 13-ാം രാവിന് അള്ളാഹുവിനോട് റസൂലുള്ള ശഫാഅത്തിനെ തേടി. അപ്പോൾ ഉമ്മത്തിലെ 3 ഭാഗത്തെയും നരകത്തിന് രക്ഷപ്പെടുത്താൻ അള്ളാഹു വഴി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശഅബാൻ 14-ാം രാവിനും അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവേ അത് പോരാ, 3 ഭാഗം നരകത്തിന് രക്ഷപ്പെട്ട പോരാ, എന്റെ സമുദായം മുഴുവൻ രക്ഷപ്പെടണം.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഹി അറിയിച്ചു. പിറ്റേരാവിലെ 2 ഭാഗത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി തേടി. അവസാനത്തെ രാത്രിയിൽ അല്ലാഹു തആല 3 മുഴുവൻ ഉമ്മത്തിനെയും നരകത്തിൽ രക്ഷപ്പെടുത്താൻ അല്ലാഹു സമ്മതിച്ചു. അതാണ് ഏത്? ലൈലത്തുൽ ബറാഅ. ഇനി പറഞ്ഞാൽ 13-ാം രാവിന് 3-1 നരകത്തിന് ഒഴിവാക്കി കൊടുക്കാറും, 14-ാം രാവിന് 2 ഭാഗത്തെയും നരകത്തിന് ഒഴിവാക്കി കൊടുക്കാറും, 15-ാം രാവിന് 3 ഉമ്മത്തായ 3 ഉമ്മത്താണോ നരകത്തിന് ഒഴിവാക്കി കൊടുക്കാറും. ആ രാത്രിയാണ് പ്രധാന അഭിപ്രായം എന്ത് ചെയ്തത് ആയത്തിറങ്ങിയത്. ഏതായത്ത്? ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. ഇതിന് വേറൊരു ഉത്തരം കൂടി കിട്ടും. എന്ത്? നരകത്തിന് രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണ് എന്ത്? സലാത്ത്. അല്ലാഹു തൗഫീഖ്. വളരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ എന്ത് തിരക്കാണെങ്കിലും സലാത്ത് ഒഴിവാക്കരുത്. എന്ത് തിരക്കാണ് സലാത്ത് ഒഴിവാക്കരുത്. ഒരാൾ സലാത്ത് ഒഴിവാക്കരുത്. എന്ത് തിരക്കാണെങ്കിലും അതിന് സലാത്തുൽ ഫാത്തിഹ പ്രത്യേകം നമ്മ ഒരു 500 സലാത്തുൽ ഫാത്തിഹ നിർബന്ധങ്ങൾ ചൊല്ലിയിരിക്കണം. 500 സലാത്തുൽ ഫാത്തിഹ നിർബന്ധം ചൊല്ലിയിരിക്കണം. അപ്പൊ ഈ രാത്രിയാണ് അത് ഇറങ്ങിയതെന്നും പിന്നെ ഈ മാസമാണ് ഇറങ്ങിയതെന്നും സുന്നത്തുമായത്തിന്റെ ഉലമാന്റെ അഭിപ്രായം അങ്ങനെയാണ്. ഏത് മാസമാണ്? ഷഅബാനിലാണ് ഇറങ്ങിയതെന്നാണ് സുന്നത്തുമായത്തിന്. ഏതായത്ത് ഇറങ്ങിയത്? ഇന്നല്ലാഹ എന്ന ആയത്തിറങ്ങിയത് ഷഅബാനിലാണെന്നാണ് സുന്നത്തുമായത്തിന്റെ ഉലമാന്റെ അഭിപ്രായം. പിന്നെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ഈ രാത്രിയാണ് ഇറങ്ങിയത്. അപ്പൊ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഈ രാത്രി. അങ്ങനെ ഷഅബാൻ ഷഹരി, ഷഅബാൻ എന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചോക്കെ അള്ളാഹ് എനിക്ക് തന്നു. 1, 2 എന്നിലേക്ക് ചേരാൻ എന്റെ ഉമ്മത്തിന് വഴിയും പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്റെ മാസമാണ്. എന്റെ മാസം തന്നെ എന്റെ സമുദായത്തിന്റെ മാസമാണ്. അള്ളാന്റെ ഹബീബിന്റെ മാസമാണെങ്കിൽ നമ്മുടെ മാസമാണല്ലോ. നമ്മുടെ നേതാവിന് നേട്ടം കിട്ടിയാൽ അത് നമ്മുടെ നേട്ടമല്ലേ? അങ്ങനെ അതുപോലെ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെറുതെ ഇരിക്കരുത്, ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കയ്യാൽ പൊന്തിച്ചിട്ട് പറഞ്ഞാൽ, ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അതാണ് എന്ത്? ദുആ. ഒരു ബോധമില്ലാതെ ബുക്കിലെ ദുആ ചെയ്യുന്നതും ബോധത്തോടു കൂടി അവനാന്റെ കാര്യം പറയുന്നത് നോക്കിയാൽ ഏറ്റവും നല്ലത് ബോധത്തോടു കൂടി. ഞാൻ ഈ തവാഫിന് പോകുമ്പോൾ പറയാറുണ്ട്, തവാഫിന് ബുക്ക് ഉണ്ട്. അത് ഉംറക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുന്ന് ഔഖാഫിന്റെ ഓഫീസിൽ നിന്ന് കിട്ടും. ഇത് ഇങ്ങനെ ചെല്ലും, എന്നിട്ട് മേപ്പിട്ട് നോക്കി അങ്ങനെ നടക്കും. തവാഫ് ചെയ്യാം. ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ് ഇത്. തവാഫ് ചെയ്യുമ്പോൾ എന്ത് ദുആ സ്വീകരിക്കും. അപ്പൊ ഒരാൾ ചെല്ലി കൊടുക്കുമ്പോൾ വേറൊരാൾ ചെല്ലുമ്പോൾ ഇവർക്ക് കഅബാലയത്തിന്റെ അപ്പുറത്തുള്ള മസ്ജിദുൽ ഹറാമിന്റെ ചിത്രപ്പണി നോക്കണ പണിയെടുക്കും. ഞാൻ ഇതിന്റെ ഒപ്പം തവാഫ് ചെയ്യാൻ എന്നോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മറ്റും അറിഞ്ഞ് നിങ്ങൾക്ക് അതിൽ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിയണില്ലേ? നിങ്ങൾ ഇതിൽ കൂടെ അല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തോന്നിയ വിഷയം ആരോട് പറയാം? ഇഖ്ലാസോടുകൂടി പറയാം, പൊട്ടിക്കരഞ്ഞ് പറയാം. അത് നടന്നിരിക്കും. വർഷം എൻ്റെ മോളെ കെട്ടിക്കണം, സമയം കുറച്ച് നേരം വൈകി, നല്ല പുതിയാപ്പിള വേണം. അത് കഴിഞ്ഞ ഉംറ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കല്യാണം ഉണ്ടായ സംഭവം എനിക്കറിയാം. എത്ര സംഭവം. എന്തും കഅബാലയത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഅബാലയത്തിൽ പറഞ്ഞ ഒരു ഫയൽ ഇനിയില്ല. ഇനി പുതിയ ഫയൽ കൊടുക്കണം. സത്യം, ഞാൻ ഈ കഅബാലയത്തിൽ പറഞ്ഞ ഒരു ഫയൽ ബാക്കിയിപ്പില്ല. അത് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോഴത്തേന് കൊറോണ ആയില്ലേ? പുതിയ ഫയൽ കൊടുക്കണമെങ്കിൽ അവിടെ പോണ്ടേ? കഅബാലയത്തിൽ പറഞ്ഞ ഒരു ഫയൽ ബാക്കിയില്ല. എല്ലാ ഫയലും അവിടെ പോയി പറഞ്ഞോ അത് കൃത്യം. അതെന്തെങ്കിലും വഴിയായിട്ട് തുറന്നിട്ട് വരും. പരലോകത്തെ കാര്യം അല്ലാഹു അലം. ദുനിയാവിൽ പറഞ്ഞാൽ തരാൻ, ആഖിറത്തിന് അല്ലാഹു അലം. ആഖിറ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അത് നമുക്ക് മരിക്കുമ്പോഴല്ലാതെ നമ്മളെ പുറത്തേക്ക് ബോധ്യപ്പെടുക. നമുക്ക് സാധാരണക്കാരല്ലേ, അള്ളാഹിന്റെ വഴിയാക്കന്മാരൊക്കെ നേരത്തെ ബോധ്യപ്പെടാം. നമ്മളെ പുറത്തേക്ക് മരിക്കുമ്പോൾ ബോധ്യപ്പെടൂ എന്താണ്. അള്ളാഹു ആക്കപ്പെട്ട് നന്നാക്കി തരട്ടെ. എന്നാലും അള്ളാഹിന്റെ മാർഗത്തിലാണല്ലോ ഇപ്പൊ നമ്മളുള്ളത്. അള്ളാഹു ഈ മാർഗം നമുക്ക് നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നത് എന്താ എന്നതുപോലെ നമ്മൾ ഇവിടെ പറയാനുള്ള കാരണം എന്താ? ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊള്ളാൻ ദുആ വായിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലാഹു തആല അശ്രദ്ധനായ ഒരാളിൽ നിന്ന് ഒന്നും സ്വീകരിക്കൂല. അല്ലാഹു തആല ലാ യഖ്ബലു മിൻ ഗാഫിലിൻ, ഒരു അശ്രദ്ധനിൽ നിന്ന് ഒന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ പറഞ്ഞാൽ മതി. റബ്ബേ എന്ത് പറയാം? മിൻ ഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെ ഖൈറും പറയാം, എന്തു പറയാം. മാലം യദുബി, ഒരു കുറ്റം പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. ഏത് ഹലാല് പ്രാർത്ഥിക്കാം. ഒരു ഹലാൽ ഉണ്ടാവുമല്ലോ. ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? അത്ര സന്തോഷമുള്ള കാര്യം ഒരാൾക്ക് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ അയാളെ സന്തോഷം നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു സംഭവം ഭയങ്കര. അത് ആവശ്യക്കാർക്ക് കൊടുക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരു കുടുങ്ങിയ മനുഷ്യന്റെ കയ്യിൽ നിങ്ങളൊരു പൈസ ചോദിക്കും, ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം ആ സമയത്ത് ആവശ്യത്തിന്റെ വാതിൽ തുറക്കും. എന്താണ് ചെയ്യും? ലോകത്തിന് വേണ്ടിയല്ല, ഭാര്യ പോലും അറിയരുത്.
വലത്തെ കൈ കൊടുക്കണേ, ഇടത്തെ കൈ ആര് പോലും പറയരുത്. അവരറിയുന്ന തെറ്റാണല്ല, അവര് പോലും അറിയുന്നതില്ല കഴിയില്ല. നമുക്ക് അള്ളാഹോട് പറയാൻ പഠിച്ചു, എൻ്റെ പെണ്ണുങ്ങളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എൻ്റെ കരുണുള്ളവനല്ലേ, അള്ളാഹു സ്വീകരിക്കും. അവർ നമുക്ക് കൊടുക്കണേ. നമ്മുടെ കയ്യിൽ എന്ത് വേണം? സാധാരണ പറയാൻ ചോദിക്കാൻ പക്ഷേ എനിക്ക് പൈസ തരണം, പൈസ തന്നാലേ കുടുങ്ങിയവൾക്ക് പറ്റുള്ളൂ. അതാണ് ഹബീബായ നബി പറയാം, ജനങ്ങളെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ ഒഴിവാക്കിക്കളാം. അതിനനുസരിച്ച് ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. എന്നാൽ ഖജനാവിന് ഒരു സൂചി കയറ്റാൻ കഴിയാതെ നിറച്ചു കിടക്കാൻ ആര്? അള്ളാഹു ചിത്രീകരിക്കളാം. അപ്പൊ യുഹിബ്ബുക്കല്ല, നീ തേടുന്നതിനനുസരിച്ച്, നീ ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടം കൂടും. എന്താ പ്രശ്നം? നീ ഒഴിവാക്കി കൊടുക്കുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് നിന്നോട് ഇഷ്ടം കൂടും. നീ ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടം കൂടും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞുതരാം. ഒന്ന്, 3 യാസീൻ ഓതുക. ഏറ്റവും അഫ്ളൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ. കൈഫിയത്ത് എങ്ങനെ? ഒരു ഫാത്തിഹ ഓതുക, ഒരു യാസീൻ ഓതുക, പിന്നെ 3 ഇഖ്ലാസ് മുഅമ്മലത്തിന് ഓതി അത് ദുആ ചെയ്യുക. ഒന്നാമത്തത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സിന് വേണ്ടി. 3 യാസീൻ ഓതി വേർക്കല്ല. കൈഫിയത്ത് മനസ്സിലായോ? അതായത് അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ ഓതി, പിന്നെ യാസീൻ ഓതി, 3 ഇഖ്ലാസ് മുഅമ്മലത്തിന് ഓതി ദുആ ചെയ്യുക. ഒന്നാമത്തെ യാസീൻ എന്തിന്? അള്ളാഹുവിന്റെ പൊരുത്തത്തിലും താഴത്തിലുമായിട്ടുള്ള ദീർഘായുസ്സിന്. അതിന് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വെറുതെ ദീർഘായുസ്സ് എത്തിയിട്ട് കാര്യമില്ല. വെറുതെ ദീർഘായുസ്സ് എത്തിയാൽ അവിടെ നമ്മൾ കണക്കൊടുത്ത് കൊടുക്കും. അള്ളാഹുവിന്റെ പൊരുത്തത്തിലും താഴത്തിലും ആയുള്ള ദീർഘായുസ്സിന്. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടി ആദ്യത്തെ യാസീൻ അത് ദ്വാരക്കുക. പിന്നെ വീണ്ടും അൽ ഫാത്തിഹ. അതെന്തിന്? അത് ആപത്ത് മുസീബത്തിനെ തടഞ്ഞു പോകാൻ വേണ്ടി. അല്ലാഹുവേ, നീ വിധിച്ചിട്ടുള്ള ആപത്ത് മുസീബത്ത് തടഞ്ഞു പോകണേ, വിധിച്ചൽ ഒഴിവാക്കി തരണേ, വിധിക്കാനുള്ളതിൽ നീ എന്നെ നീ രക്ഷപ്പെടുത്തി തരണേ. അപ്പോൾ ചില സംഗതികൾ ഉണ്ടാവും. എന്ത്? അത് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി കൊടുക്കും. എങ്ങനെ? വണ്ടി മുട്ടൽ അള്ളാഹിന്റെ തീരുമാനമാണ്, പക്ഷെ ഒന്നും പറ്റില്ല. വണ്ടി മുട്ടൽ അള്ളാഹിന്റെ ഒരു കളാണ്ടാവും. വണ്ടി മുട്ടൽ ആയിക്കോട്ടെ, പക്ഷെ എന്തുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പൊ എന്ത് ആപത്ത് മുസീബത്ത് ഉണ്ടായാലും നമുക്കത് എന്ത് ചെയ്യണം? തടഞ്ഞു പോകണം. അള്ളാഹു തടഞ്ഞു തരട്ടെ. ഒരു പ്രയാസമില്ലാതാകണം. പിന്നെ തടയേണ്ടത് അള്ളാഹു ഒഴിവാക്കി തരണം. പിന്നെ സംഭവിക്കേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് ആപത്തില്ലാതെ അത് സംഭവിക്കണം. ഒന്നാമത്തത് എന്തിന്? അള്ളാഹുവിന്റെ താഴത്തിലായുള്ള ദീർഘായുസ്സിന്. 2 ആപത്ത് മുസീബത്തുകളെ തടഞ്ഞു പോകാൻ. അത് ഫാത്തിഹ, യാസീൻ, ഇഖ്ലാസ് മുഅമ്മലത്തിൽ. 3 ആവശ്യമായ റിസ്കുകൾ ലഭിക്കാനും ജനങ്ങളെ തൊട്ട് ഇസ്തിഗ്നാ, അതായത് നിന്നരായി ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നതിനെ തൊട്ട് രക്ഷപ്പെടാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റിസ്ക് തിന്നാ മനസ്സിലാക്കണ്ട. റസഖ എന്ന വാക്കിന്റെ അർത്ഥം കൊടുത്തുന്ന. അപ്പോൾ കൊടുക്കപ്പെടാവുന്ന ഏത് സാധനം റിസ്ഖാ. അല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഹിസാബില്ലാതെ തിന്നാൻ കൊടുക്കുന്നല്ല, കൊടുത്തു. റിസ്ക് കൊടുക്കപ്പെടുന്നതും വാങ്ങപ്പെടുന്നതുമായ ഏത് കാര്യത്തിനും എന്ത് പറയും? റിസ്ക്. അപ്പോൾ വസ്ത്രം റിസ്ക്കിൽ വരും, വണ്ടി റിസ്ക്കിൽ വരും, വീട് മറ്റൊക്കെ എന്തിൽ വരും? പടച്ചോനെ, അപ്പൊ റിസ്ക്കിന് വേണ്ടി നമ്മൾ തിന്നാൻ വേണ്ടി നിങ്ങൾ മാത്രമല്ല എന്റെ അർത്ഥം. ഏത് കൊടുക്കപ്പെടുന്ന ഖൈറും എന്തിൽ വരും? റിസ്ക്കിൽ. അല്ലാഹു യർസുഖു മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ എന്താർത്ഥം? കൊടുക്കുന്നു, തിന്നാൻ കൊടുക്കുന്നല്ല, കൊടുക്കും. ബിഗൈരി ഹിസാബ്, അളവില്ലാതെ കണക്കില്ലാതെ അല്ലാഹു തരട്ടെ. അതാണ് പറഞ്ഞത്. അപ്പൊ ഇതിനു വേണ്ടി റിസ്ക്കിന് വേണ്ടി എനിക്ക് ആവശ്യമായതെല്ലാം, അതാണ് അവിടെ റിസ്ക്കിന്റെ മാന. വസ്ത്രമാണെങ്കിൽ വസ്ത്രം, പാർപ്പനാണെങ്കിൽ ഒക്കെ വേണമല്ലോ. അപ്പൊ നമ്മളൊരു സ്ഥാനത്തിരിക്കും, ആ സ്ഥാനത്തനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം. അങ്ങനെയല്ലേ അലി സൈനുൽ ആബിദീൻ മത്താപ്പിലേക്ക് ഇറങ്ങി. അലി സൈനുൽ ആബിദീൻ മത്താപ്പിലേക്ക് ഇറങ്ങി. കോടീശ്വരനല്ല, 10 രൂപയുടെ വരുമാനമുള്ള ആളല്ല. അലി സൈനുൽ ആബിദീൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണ്. അലി സൈനുൽ ആബിദീൻ. അവർ മത്താപ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്തുണ്ടായിരുന്നറിയോ? ഇശാബ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവും എന്റെ പട്ടാളം വരെ മാറി, ജനങ്ങളൊക്കെ മാറി. ജനങ്ങൾ തവാഫ് ചെയ്യുന്നിടത്തുനിന്ന് രാജാവിന് തവാഫ് ചെയ്യാൻ വേണ്ടി ആളുകളെ നീക്കി കൊടുക്കാൻ പട്ടാളം. അതേ സമയത്ത് അലി സൈനുൽ ആബിദീൻ ഇറങ്ങി. ഇങ്ങനെ പത്താപ്പിലേക്ക് വന്നപ്പോ ജനങ്ങൾ ഒറ്റകൾ മാറി. എന്തുകൊണ്ട്?
കണ്ട യോഗ്യനെന്നറിയടോ. രാജാവിന് ആൾ മാറിക്കൊടുക്കണേ പട്ടാളമാണ്. ഇതോ ഒറ്റ നോട്ടം നോക്കിയാൽ തന്നെ അറിയാം കാര്യമായ ആളാ. അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. അപ്പോൾ ഫറസ്ദഖ് എന്ന കവി മത്താബിൽ പാട്ട് പാടിയ കിതാബിൽ കാണാം. അത് ഈ മനുഷ്യന്റെ ചവിട്ടടിയിലെ മണൽത്തരികൾക്ക് പോലും ഈ മനുഷ്യനെ അറിയും. പിന്നെ നിനക്കെങ്ങനെ അറിയില്ല? ഇത് അലീസീന 10 റുപ്യ വരുമാനമൊന്നുമില്ല, പക്ഷേ യോഗ്യന. എവിടെ വേണ്ടതോ അവിടെ അങ്ങനെ കൊടുക്കും. പിന്നെ ഒരിക്കലും ബാങ്ക് ബാലൻസ്. അലിയുടെ പേരക്കുട്ടി ആരുടെ മകൻ? ഹുസൈൻ മകൻ സൈനബ ബീവി കർബലയിൽ നിന്ന് രഹസ്യത്തിൽ കടത്തിക്കൊണ്ടായ കുട്ടി. അതാണ് അലി സൈൻ അബ്ദീൻ. അവർ വഴിയാണ് ഹുസൈൻ കബീല നിലനിൽക്കുന്നത്. അതാണ് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് അല്ലാഹു തആല നൽകും. അതാണ് മൂന്നാമത്തെ ചോദ്യം. എനിക്ക് വേണ്ടതെല്ലാം ഒരു കൊല്ലം ഞാൻ ആവശ്യപ്പെടുന്ന, അടുത്ത ബറാത്ത് വരെ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നീ എനിക്ക് തരുകണേ. കഅബാലയത്തിനെ കാണുമ്പോൾ എന്താണ് ആദ്യം ദ്വാരകൾക്കൊക്കെ ഉത്തരം? ഞാൻ എന്റെ ഉസ്താദിനോട് ചോദിച്ചു, പിന്നെ കഅബാലയത്തിനെ കാണുമ്പോൾ ഞാൻ എന്താ ആദ്യം ദ്വാരക്കേണ്ടത്? അപ്പോൾ പറഞ്ഞേ, എന്റെ ജീവിതത്തിലെ സകല ദ്വായും നീ ഉത്തരം തരണം എന്ന് പറഞ്ഞാണ്. എന്റെ ജീവിതത്തിലെ സകല ദ്വാകൾക്കും നീ ഉത്തരം തരണം റബ്ബേ എന്ന് പറഞ്ഞാണ്. പണിയൊന്നുമില്ലല്ലോ. നിങ്ങളോട് ഞാൻ പറയാം, ഒക്കെ ഭയങ്കര ദ്വാ. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ എന്റെ ഉസ്താദ് പറഞ്ഞത് അജ്ജിനും ഉംറക്കും മോളോട് പറയുന്നത് അതാണ്. എന്തായി? ഇജാബത്തായി. കഅബാലയത്തിനെ കാണുന്ന മാത്രയിൽ ആദ്യം കാണുന്ന വ്യക്തി, ആദ്യം കാണുന്ന മാത്രയിൽ ഏത് ദ്വായും അല്ലാഹു തആല ഒന്ന് അള്ളാഹുവിന്റെ താഴത്തിനും പൊരുത്തത്തിനുമായുള്ള ദീർഘായുസിന് വേണ്ടി അത് വേറെ ദ്വാരക്ക. പിന്നെ രണ്ടാമത്തെ ആപത്ത് മുസീബത്ത് തള്ളിപ്പോകാൻ അത് വേറെ ദ്വാരക്ക. 3 ആവശ്യമായ നിഅമത്തുകളെല്ലാം അള്ളാഹു നൽകുന്നതിനും ജനങ്ങളെ തൊട്ട് ഘിന ഉണ്ടാകാൻ, ഘിന അതായത് ജനങ്ങളെ മുന്നിൽ കൈനീട്ടി നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിനുവേണ്ടി അള്ളാഹിനോട് പറയാം. അപ്പൊ ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ ഒരു ഫضل നമുക്ക് തുറന്നു തരണം. അള്ളാഹു അപ്പോഴേ നടക്കുള്ളൂ, അപ്പോഴേ നടക്കും. സമസ്ത ഉണ്ടാക്കിയത് രണ്ടാളും ഖനിയ. ഒന്ന് വരക്കൽ മുലക്കയറ്റങ്ങൾ ഖനിയ, ഒന്ന് പാങ്ങക്കാരന്റെ ഖനിയ. മുതലാളിയാണ് ആര്? പാങ്ങക്കാരൻ. ആർക്കും വരക്കാൻ പറ്റൂല. ആര് വരച്ചാലും മൂപ്പർ അങ്ങോട്ട് വരക്കും. ഖനിയ. ആ ഖനിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പുതിയ മാളിയക്കൽ തറവാട്ടേർ മുഴുവൻ ഖനിയകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ പാണക്കാട്ടിൽ ഇസ്സത്ത് നിലനിർത്താൻ കഴിഞ്ഞത്. മനസ്സിലായോ? അവർ ജനങ്ങളെ പോക്കറ്റിലേക്ക് നോക്കിക്കുന്നവരാണെങ്കിൽ ഈ ജനങ്ങളെ ഒത്തൊരുമിപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അല്ലാഹു തആല ഇസ്സത്ത് നമുക്ക് തുറന്നു തരും. അപ്പൊ ഈ 3 കാര്യവും നമുക്ക് വേണം. നമുക്ക് വേണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, അങ്ങനെ വേണ്ടല്ലോ. ആയിക്കോട്ടെ, മല കയറിക്കളാം. നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ പൈസ വേണം, നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാ ഇസ്സത്തും വേണം. എല്ലാം വേണം, എല്ലാം നാട്ടിൽ നിൽക്കണമെങ്കിൽ ഇസ്സത്ത് വേണം. അല്ലാഹു ഇസ്സത്തിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരട്ടെ. അല്ലാഹു ഇസ്സത്തിന്റെ വാതിലുകൾ തുറന്നു തരട്ടെ. അല്ലാഹു ഇസ്സത്തിന്റെ വാതിൽ തുറന്നു തരട്ടെ. അല്ലാഹു നമ്മളെ യോഗ്യന്മാരാക്കട്ടെ. അതങ്ങനെ 3 കാര്യം. അത് അഫ്ളൽ എപ്പോൾ തന്നെയാണ്? മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലാണ്. ഇനി അസറിന്റെ ശേഷം 3 യാസീൻ ഇങ്ങനെ ഓടുന്നതിൽ മഗ്രിബ് ശേഷം മുടങ്ങാതെ അസന്ദേശം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. യമനികൾക്ക് അങ്ങനെ പതിവുള്ളതായി ചില കിതാബുകളിൽ കാണാം. പരക്കെയും ഭൂരിപക്ഷവും അല്ല. ഭൂരിപക്ഷത്തിന്റെയും സമയം എപ്പോഴാണ്? മഗ്രിബ് ഇശായുടെ ഇടയിലാണ്. എന്നാൽ യമനികളിൽ, പ്രത്യേകിച്ച് തെരീമികളിൽ, തെരീം എന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ നാളിലെ തങ്ങന്മാരൊക്കെ വരുന്നത്, എല്ലാ തങ്ങന്മാരെ കബീലയുടെയും കേന്ദ്രമാണ് എന്ത്? തെരീം. അവിടുത്തെ ആളുകൾക്ക് പതിവ് അവർ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലാണ് എന്ത് ചെയ്യാ? 3 യാസീൻ ജമാഅത്തായി ഓടി നിർവഹിക്കും എന്ന് ചില കിതാബുകളിലുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. എന്നാൽ എന്ത് മുടങ്ങരുത്? മഗ്രിബിന്റെയും അത് മുടങ്ങാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ ആ രാത്രി ബറാത്തിന്റെ രാത്രിയാണ്. അപ്പൊ എന്ത് ചെയ്യുക? അത് യാസീൻ കഴിഞ്ഞാൽ വേഗം ദുഹാൻ പൂർത്തിയാക്കി ഓടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശഅബാൻ 1 മുതൽ 14 അടക്കമുള്ള ദിവസങ്ങളിൽ ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത് 15 തവണ ആവർത്തിക്കുന്ന ചില പതിവ് ചില ഉലമാക്കൾക്കിടയിലും ആ ഉലമാക്കളോട് ബന്ധപ്പെട്ടവരുടെ ഇടയിലും ഉണ്ട്. അത് 15ാം രാവാകുമ്പോൾ 30 വട്ടമാക്കണം. എന്നാൽ ശരിയായ ഇജാബത്ത് ഉണ്ടാവും എന്നാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. എങ്ങനെ? ശഅബാൻ 1 മുതൽ 14 അടക്കമുള്ള ഇന്നലത്തെ രാത്രി അടക്കം, ഇന്നലത്തെ രാത്രി അടക്കം എന്ത്? ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ 15 തവണ ഓതി ദ്വാരക്ക ഓരോ രാത്രി. കുറച്ച് സ്വലാത്തില്ല, പിന്നെ കുറച്ച് തഹ്ലീലും ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്താൽ ശരിയായ ഇജാബത്ത് ഉണ്ടാവും എന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതും ശ്രദ്ധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ബറാഅത്തിന്റെ രാത്രിയാകുമ്പോൾ ബറാഅത്തിന്റെ അമലാണ് ചെയ്യേണ്ടത്. ബറാഅത്ത് എന്നാൽ മോചനം. അതിന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതിന്റെ അദദ് ഒപ്പിച്ചാൽ നല്ലതാണ്. അതിന്റെ അദദ് 2375 ആണ്. അദദ് ഒപ്പിച്ചാൽ നല്ലതാണ്. ഓരോന്നിനും ഓരോ അദദ് ഉണ്ടായിരിക്കും.
ഇതിന്റെ അടത് 2375. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു 1.5 മണിക്കൂർ മെനക്കെട്ടാ മതിയാവും. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അങ്ങനെ 2375 അതിന്റെ അടത്. അത് പൂർത്തിയാക്കി ചെന്ന് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ അമലിന്റെ ഇടയിൽ വേറെ അമൽ കേൾക്കരുത്, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നിങ്ങൾ ചാടിക്കാനോ മറ്റോ എന്ന് വിരോധമല്ല. ആ അമലിന്റെ ഇടയിൽ വേറെ അമൽ കയറും, അത്രേ. അതേപോലെ ഈ രാത്രി 500 തവണ ലഖദ് ജാഅക്കും എന്ന ആയത്തോടിയാൽ, അതായത് ആ 2 തൗബയുടെ അവസാനത്തെ 2 ഓടിയാൽ, ആ വർഷത്തെ മരണം സംഭവിച്ചാൽ സുആലുൽ മലക്കൈനിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പല മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകളുടെ ഖബറിലെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതായത് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കൂലെന്നല്ല, സന്തോഷകരമായി പര്യവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബി മുഹമ്മദ് നബി എന്നൊക്കെ പറയാൻ കഴിയും. എത്ര വട്ടം? 500. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ എന്ന് ദായിമായി ചൊല്ലുന്നത് ഈ രാത്രി നല്ലതാണ്. അല്ലാഹുമ്മ, അതായത് ലൈലത്തുൽ ഖദറിൽ ചെല്ലുന്ന ദുആ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ലൈലത്തുൽ ഖദറിലെ അഫ്ളലായ ഈ അമൽ ലൈലത്തുൽ ഖദറിന്റെ ശേഷം അഫ്ളലായ രാത്രിയാണ് ബറാഅത്ത് ചെല്ലുന്നത് നല്ലതാണ്. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. പിന്നെ അതേപോലെ തന്നെ 100 വട്ടം ചെല്ലുന്ന നല്ലതാണ്. ഇതൊക്കെ എത്രയും ചെല്ലാം, അതല്ല എത്രയും ചെല്ലാം. പിന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 വട്ടം. പക്ഷേ ഈ അമലൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാരക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ലഖദ് ജാഅക്കും ഓതിയാൽ ഫയുൻജിഹില്ലാഹു, അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. മിൻ സുആലിൽ മലക്കൈനി, മലക്കുകളുടെ ചോദ്യവേളയിൽ. ഫിൽ ഖബരി, എവിടെ? ഖബറിൽ വെച്ച്. ഖബറിലെ ചോദ്യത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി എത്ര വട്ടം? 500 വട്ടം. ലഖദ് ജാഅക്കും. ആ കൊല്ലത്തെ മരിച്ചുപോയാലോ? അല്ലാഹ് അങ്ങനെയല്ലേ? മരിച്ചോട്ടെ, മരിക്കൽ ഖൈറായ കാലത്ത് അല്ലാഹു മരിപ്പിക്കട്ടെ. സന്തോഷകരമായി രാജകുമാരനെ പോലെ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. കഴിഞ്ഞു, ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അമലുകൾ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇങ്ങനെ ഇതൊക്കെയാണ് ദുആ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ. ഇതൊക്കെയാണ്. اللهم انك حليم ذو انات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا ارحم الراحمين. 70 വട്ടം. അതും നല്ലതാണ്. اللهم انك حليم ذو انات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا ارحم الراحمين. പിന്നെ 500 വക ഏടുകൾ ബറാഅത്തിന്റെ രാത്രി ചെയ്യേണ്ട അമലുകളൊക്കെ എന്തിലുണ്ട്? മൗലിദ് കിതാബുകളിൽ ഉണ്ട്. നോക്കിയാൽ നമുക്ക് ആ ദുആ കയ്യിലുണ്ട്. അല്ലാഹു തആല ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യാ? കുറെ കാര്യങ്ങളെ പെരുപ്പിക്കുക എന്നുള്ളതല്ല, ചെയ്യുന്നതൊക്കെ എങ്ങനെ ചെയ്യാം? ഇഖ്ലാസോട് കൂടിയ നിസ്കാരം ജമാഅത്തിലാക്കാൻ ശ്രദ്ധിക്കുക. ജമാഅത്തിലായി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഏത് പ്രധാനപ്പെട്ട രാത്രികളിലെ അമൽ എന്ത് ചെയ്തിട്ടും കമ്മി ഉണ്ടാവും. നിസ്കാരം എന്തിലാക്കണം? അല്ലെങ്കിൽ രാത്രി ഹയാത്താക്കലിന് മാനല്ല. രാത്രി ഹയാത്താക്കലിന്റെ അസ്ലാണ് എന്ത്? ഇശാവും സുബ്ഹും ജമാഅത്ത് നിസ്കരിച്ചാൽ രാത്രി ഹയാത്താക്കിയത് പോലെയാണ്. ഇശാവും സുബ്ഹും എന്ത് നിസ്കരിക്കണം? ജമാഅത്ത് നിസ്കരിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ എത്ര തന്നെയാണ് പറയാനുള്ളത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എപ്പോഴും ദുആക്കുക. ഉസ്താദായ പാവപ്പെട്ടവനായ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു നമ്മളെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ.